ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ നമ്മൾ ഒരു ഇഫ് കണ്ടീഷനാണെന്ന് നമുക്ക് മനസ്സിലായി. വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ പോലെ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് പൂർണ്ണമായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി, മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ആ ഒരു സെൻറ്റൻസ് എന്നാണേലും ഈ ഒ ഇ ടിയുടെ സെൻറ്റൻസസിനൊക്കെ ഇച്ചിരി നീളം ഉണ്ടെന്നറിയാം. ഓക്കെ, ദാറ്റ് നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് സെൻറ്റൻസസ് ആണ് ഇവരുണ്ടാക്കുന്നത്. കോംപ്ലക്സ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ലെങ്തി സെൻറ്റൻസസ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു കോമ ഇട്ടാണ് ഈ സെൻറ്റൻസ് നിർത്തിയേക്കുന്നത്. ഇവർ ഈ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് നിർത്തിയേക്കുന്നത് ഇഫ് വാക്സിൻസ് ഹാവ് ബീൻ സ്റ്റോർഡ് ഇൻകറക്ട്ലി ആൻഡ് യു ഹാവ് എ കോമ ഹിയർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദാറ്റ് ഈ സെൻറ്റൻസിൻ്റെ ബാക്കി നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം വെച്ച് ആ സെൻറ്റൻസിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസിനെ അപ്പോൾ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുമ്പം വരുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്നു ഇഫ് വാക്സിൻസ് ഹാവ് ബീൻ സ്റ്റോർഡ് ഇൻകറക്ട്ലി. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ഇഫ് കണ്ടീഷനാണ്. വാക്സിൻസ് ഇൻകറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്താൽ, വെറും സ്റ്റോർ ചെയ്താലല്ല, സ്റ്റോർഡ് ഇൻകറക്റ്റ്ലി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഈ രണ്ട് വാക്കുകൂടെ വെർബും അഡ്വർബും കൂടെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഇഫ് കണ്ടീഷൻ എന്നാണ്. ഇഫ് കണ്ടീഷൻ വാക്സിൻസിനെ കുറിച്ചാണ്, അതിൻ്റെ ഇൻകറക്റ്റ് സ്റ്റോറേജിനെ കുറിച്ചാണ്. അങ്ങനെ സംഭവിക്കുവാണെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിലേതോ ഒരു. അപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഇപ്പം നമുക്ക് വേറൊരു കാര്യം ഈ ക്വസ്റ്റിനകത്തുനിന്ന് മനസ്സിലാക്കും. ഇത് കഴിഞ്ഞ് ഒരു വർബ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവിടെയും ഓപ്ഷൻസിൻ്റെ അകത്തും വർബുണ്ട്, ഇതിൻ്റെ അകത്ത് ഡിസ്പോസ് എന്ന് പറയുന്ന ഒരു വർബാണ്, സെൻഡ് ബാക്ക് എന്ന് പറയുന്ന വേറൊരു വർബാണ്. ഇത് മൂന്നും ഈ ഓപ്ഷൻസിൻ്റെ അകത്തെ വർബുകളാണ്, ക്രിയകൾ. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റോറേജ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വർബാണ് ചെയ്യേണ്ടത്? ഒരു വർബ് നടന്നാൽ വേറൊരു വർബ് ചെയ്യണം, അതേതാണ്? അതാണ് അവിടുത്തെ ചോദ്യം. ഓക്കെ, ലോജിക്കലി പറയുവാണെങ്കിൽ. ഓക്കെ, അപ്പം ഇവിടെ നമ്മളിപ്പം ഈ സാധനം ശരിക്കും സാധാരണ രീതിയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നേരത്തെ നോക്കി വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഓപ്ഷൻസ് നമ്മൾ നേരത്തെ നോക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റുകളൊന്നുമില്ല. പോരാത്തതിന് ഡാമേജ് ഉണ്ട്. അതെന്നാ ഡാമേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം തെറ്റാണ്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ തെറ്റായ ഒരു ഇൻഫർമേഷൻ നമ്മുടെ തലയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ബാക്കി വായിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ചിലപ്പം കൺഫ്യൂഷനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, നമ്മൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഫാക്ടർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഓപ്ഷൻസിനെ തൽക്കാലം നമ്മൾ ജസ്റ്റ് ഈ വെർബ് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ ഒന്ന് നോക്കി എന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് നോക്കാതെ ഇതിൻ്റെ ഈ പറയുന്ന ചോദ്യത്തിന് ഈ ഇഫ് കണ്ടീഷനെ കണ്ടുപിടിക്കുക, അതാണ് ഇവിടുത്തെ ഗെയിം. ഇപ്പം ഇഫ് കണ്ടീഷൻ, അപ്പോൾ ഇവിടെ ഇഫ് കണ്ടീഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇൻകറക്റ്റ് സ്റ്റോറേജിനെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അതാണ് നമ്മുടെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ അറിയാം, ഈ ക്വസ്റ്റ്യന് നമുക്ക് ഫുൾ പാരഗ്രാഫ് എല്ലാം വായിച്ച് അതിൻ്റെ മൊത്തത്തിൻ്റെ അർത്ഥം മനസ്സിലായാൽ മാത്രമേ ഈ ആൻസർ ശരിയാകാൻ പറ്റുമോ എന്ന് അങ്ങനെയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ ചോദിക്കുക. ഒ ഇ ടിക്കകത്ത് ചില ക്വസ്റ്റ്യൻസ് ഒരു സ്പെസിഫിക് ഇൻഫർമേഷനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന വേറത്തെ ചോദ്യം നോക്കിയാൽ, അക്കോർഡിംഗ് ടു ദ എക്സ്ട്രാക്ട് പ്രയർ ടു മേക്കിംഗ് എ ഹോം വിസിറ്റ് നഴ്സസ് മസ്റ്റ്. അതൊരു സ്പെസിഫിക് ഇൻഫർമേഷനെ ചോദിക്കുന്ന, അതായത് ഈ ഹോം വിസിറ്റിന് മുമ്പ് എന്നാ ചെയ്യണം, അത് ആ ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷനെയാണ് ഇവർ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അത് വായിച്ചാൽ മനസ്സിലാക്കണം. ഇവിടെ പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയല്ല. വാട്ട് ഈസ് ബീങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് സെക്ഷൻ ഓഫ് ദ ഗൈഡ് ലൈൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗൈഡ് ലൈൻസിൻ്റെ ഇതിൻ്റെ അകത്ത് എന്നാ ഡിസ്ക്രൈബ് ചെയ്ത്, അത് ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ അല്ല, അതൊരു ഓവറോൾ ഇൻഫർമേഷനാണ്. ആ ഒരു പാരഗ്രാഫിൻ്റെ മൊത്തത്തിലുള്ള ഒരു മീനിങ്ങാണ്. മൊത്തത്തിലൊരു മീനിങ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അത് ഇവർ നമ്മളോട് ഇതിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ട്, ഇവരുടെ ഒ ഇ ടിയുടെ വെബ്സൈറ്റിൽ പോവുക. ഓക്കെ, അപ്പോൾ ഞാനത് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് OET.com ഇവരുടെ വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ആദ്യമേ ഈ ഒരു ഇതിൽ പോയിട്ട് എന്നാ ചെയ്യണമെന്നറിയോ, ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് കംപ്ലീറ്റ് ഗൈഡ് ഫോർ OET റീഡിംഗ് പാർട്ട് ബി ഇങ്ങനെ അടിക്കുക. കംപ്ലീറ്റ് ഗൈഡ് ഫോർ OET റീഡിംഗ് പാർട്ട് ബി. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ബ്ലോഗ് വരും, ഈ ഒരു ആർട്ടിക്കിൾ വരും. ഇതിനെ ഒന്ന് വായിച്ചു നോക്കണം. ഇതിനെ വായിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ OET
അത്യാവശ്യം നമ്മൾ പാർട്ട് ബിയിൽ നിന്ന് ഇവർ നമ്മളിൽ നിന്ന് എന്നാ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്നാ ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ കാരണം ഇവരൊരു പർട്ടിക്കുലർ എബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പാർട്ട് ബി നിങ്ങൾക്ക് തരുന്നത്. ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റീഡിങ് എബിലിറ്റി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ ആ റീഡിങ് എബിലിറ്റി പാർട്ട് ബിയിൽ ഇവർ എന്നാ റീഡിങ് എബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ നോക്കുന്നതെന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുണ്ട് ഇവിടെ ഇവരിങ്ങനത്തായിട്ട് ടെസ്റ്റ് ഫോർമാറ്റ് പറയുന്നുണ്ട്. പിന്നെ ആദ്യമേ തന്നെ ഈ ആർട്ടിക്കിളിൻ്റെ തുടക്കത്തിൽ ഈ ജനറൽ പാർട്ട് ബിയെ കുറിച്ച് ഒരു ജനറൽ ഇൻഫർമേഷൻ ഇവർ പറയുന്നുണ്ട്. ജനറൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നതാണ് പാർട്ട് ബി എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ, അപ്പോൾ ഇവർ പറയുന്നത് ആസ് എ ഹെൽത്ത് പ്രൊഫഷണൽ യു നീഡ് ടു റീഡ് എ റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ഇൻ വർക്ക് പ്ലേസ്. അപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്റ്റുകൾ വായിക്കേണ്ടി വരുമെന്ന്, റീഡ് ചെയ്യേണ്ടി വരുമെന്ന്. ഇതിൻ്റെ അകത്തെ വെർബ് അവർ റീഡ്. അപ്പോൾ റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്റ്റുകൾ ഇതിൻ്റെ ജോലി സ്ഥലത്ത് ഇങ്ങനെ പല പല രീതിയിലുള്ള ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് വായിക്കേണ്ടി വരും. ഇൻ എ സിംഗിൾ ഷിഫ്റ്റ് യു മേ നീഡ് ടു റെഫർ ടു എ ഹോസ്പിറ്റൽ പോളിസി, എ മെമ്മോ, ആൻ ഇമെയിൽ, എ നോട്ടീസ്, എ ഗൈഡ് ലൈൻ ആൻഡ് മോർ. അപ്പം ചിലപ്പോൾ നിങ്ങൾ ഒരു ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൻ്റെ പല പല കാര്യങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും, ഇടയ്ക്ക് വായിച്ചൊന്ന് നോക്കേണ്ടി വരും ജോലി ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ. അത് ചിലപ്പോൾ അതൊരു ഹോസ്പിറ്റലിൻ്റെ പോളിസികളായിരിക്കാം. പിന്നെ ഹോസ്പിറ്റലിന് ഓരോരോ പോളിസീസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇവർ ഡോക്യുമെൻ്റ് ചെയ്ത് ഒരിടത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി റെഫർ ചെയ്യണം. ഇതിൻ്റെ അകത്തും ചിലപ്പോൾ ഒരു കാര്യമൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി പോളിസി മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ പോളിസിയൊക്കെ റെഫർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു മെമ്മറാണ്ടം ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ സീനിയറായിട്ട് ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു മെയിൽ അയക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറാണ്ടം അയക്കുന്നു. അങ്ങനത്തെ പല പല കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കാം. അപ്പം മെമ്മറാണ്ടത്തിനൊക്കെ നിങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും, ഇമെയിലിനൊക്കെ റെഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് പ്രൊഫഷണലി കിട്ടിയിട്ടുള്ള ഒരു ഇമെയിൽ ആണെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റേണ്ടി വരും. നോട്ടീസ്, ഗൈഡ് ലൈൻസ്, അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഡേ ടു ഡേ വർക്ക് ചെയ്യുമ്പോൾ എല്ലാം ആവശ്യം വരുന്ന സാധനങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. These workplace communications are there to help you work according to the standard and keep up to date with the workplace requirements. OET reading part B uses these text to assess your ability. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ടെക്സ്റ്റുകളാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന്. എന്നാ ഓക്കെ, ഹോസ്പിറ്റൽ പോളിസി, മെമ്മോ, ഇമെയിൽ, നോട്ടീസ്, ഗൈഡ് ലൈൻസ് ആൻഡ് മോർ. ഇത് പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഇതൊക്കെ ആയിരിക്കും എന്ന് അവർ പറയുന്നത്. ഹോസ്പിറ്റൽ പോളിസി ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെമ്മറാണ്ടം ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇമെയിൽ ആകാം, അല്ലെങ്കിൽ ഒരു നോട്ടീസ്, സാധാരണ നോട്ടീസ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ അല്ലെങ്കിൽ അതുപോലത്തെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം ഇവരൊരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന രീതിയിൽ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സാധനങ്ങളാണ് ഇവർ പാർട്ട് ബിക്കകത്ത് ഉപയോഗിക്കുന്നതെന്ന് അവർ പറയുന്നത്. ഓക്കെ, അത് എന്നത്തിന് ഉപയോഗിക്കുന്നു? ടു അസസ് യുവർ എബിലിറ്റി ടു ഐഡൻറ്റിഫൈ. ഉണ്ടോ, എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, അതും പറഞ്ഞിട്ടുണ്ടോ. മെയിൻ ഐഡിയ, ചിലപ്പോൾ ഒരു പാരഗ്രാഫിൻ്റെ മെയിൻ ഐഡിയ. അപ്പം ഞാൻ പറഞ്ഞില്ലേ പല പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വാട്ട് ഈസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സെക്ഷൻ ഓഫ് ദ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞത് മെയിൻ ഐഡിയ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസിന് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എന്നും പറഞ്ഞുകൊണ്ടൊരു ക്വസ്റ്റ്യൻ കാണും. ഇതുണ്ടോ, ദ പർപ്പസ് ഓഫ് ദ ഇമെയിൽ ഇസ് ടു, അല്ലെങ്കിൽ ഈ പറയുന്ന ഇമെയിലിൻ്റെ പർപ്പസ് എന്നതാണെന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു ചോദ്യം, 5th ക്വസ്റ്റ്യൻ കണ്ടോ, ബി പാർട്ടായത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പം പർപ്പസ് കണ്ടുപിടിക്കാൻ, ചിലപ്പോൾ ഒരു ഡീറ്റെയിൽ കണ്ടുപിടിക്കാം, മെയിൻ ഐഡിയ. അപ്പം ഈ 3 കാര്യങ്ങൾ വായിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവ് പാർട്ട് ബി ചെയ്യുന്ന ആൾക്ക് വേണമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഡെവലപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഒരു എന്നാ പറയുന്നത്, ആ ഒരു സ്റ്റൈലിൽ വായിക്കുക. ആ ഒരു സ്റ്റൈൽ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ വായിക്കണം. പക്ഷേ എല്ലാത്തിനും ഫുൾ പാരഗ്രാഫ് വായിച്ച് നോക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എല്ലാ ക്വസ്റ്റ്യനും. അതായത് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പം ചോദിക്കുന്ന ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്ക് ഫുള്ളൊന്നും വായിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സ്പെസിഫിക് ഇൻഫർമേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. മാത്രമല്ല അതിൻ്റെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാണെന്ന് അറിയുമോ, ഈ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് ഒരു സെൻറ്റൻസിലാണ് ചിലപ്പോൾ ആൻസർ കിടക്കുന്നതെന്ന് കാണും. പക്ഷെ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇഗ്നോർ ചെയ്യാവുന്നല്ല. ഇതെല്ലാം കൂടി ഒരു പാരഗ്രാഫിലോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആയിട്ട് തന്നിടത്തോളം കാലം ഇറ്റ് ഈസ് അബൌട്ട് ദ സെയിം തിങ്. ഓക്കെ, അപ്പം
you have to definitely make sure that you read all the necessary background information to get a general idea of what you are reading and understanding. Okay, അപ്പം ആ ഒരു സാധനം കിട്ടണമെങ്കിൽ you definitely have to spend your time just at least going through, even if you're looking for a specific detail in the paragraph, you might have to spend an additional couple of seconds to go through the remaining part which you think is not so important as the main part. അപ്പം ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായി, അതായത് സം ഓഫ് ദ ഇൻഫർമേഷൻ, ചില പാർട്ട് ബിയുടെ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ആ പാരഗ്രാഫിനെ ഫുള്ള് വായിക്കേണ്ടി വരും ഒരു കാര്യം പിടികിട്ടാൻ വേണ്ടി. ചില പാർട്ട് ബിക്കകത്ത് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് അതിൻ്റെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് വായിച്ചിട്ട് കാര്യമുള്ളെങ്കിൽ പോലും ബാക്കിയുള്ള ഇൻഫർമേഷൻ ഒന്ന് കണ്ണോടിച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് പാർട്ട് ബി. ഓക്കെ, ദെൻ സോ ആസ് ഐ വാസ് ഡിസ്കസിങ്, പിന്നെ രണ്ടാമത്തെ അതിൻ്റെ അകത്തെ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടോ ഇവർ പറഞ്ഞേക്കുന്നത് എന്നാണെന്നറിയോ, ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ ഇവർ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്നത് കേട്ടോ, ഈ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഇതിൻ്റെ അകത്ത് കാണാമെന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരെണ്ണത്തിനെ പറയുന്ന ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ, ഒരു പൂർണ്ണ ചോദ്യം. വാട്ട് ഡസ് ദിസ് മാനുവൽ ടെൽസ് അബൌട്ട് സ്പേസർ ഡിവൈസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ പോയി നോക്കിയാൽ മതി. ഓക്കെ, പക്ഷേ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് പകുതിയേ ഉള്ളൂ, ബാക്കി സെൻറ്റൻസ് നമ്മൾ ഓപ്ഷൻ വെച്ച് കറക്റ്റ് ചെയ്ത്. അപ്പം നമ്മൾ ആദ്യത്തെ ഇപ്പം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ചോദ്യം കണ്ടോ, ഈ ഒരു ചോദ്യം ആ ടൈപ്പ് ഇൻകംപ്ലീറ്റാ. ഇഫ് വാക്സിൻസ് ഹാവ് ബീൻ സ്റ്റോർഡ് ഇൻകറക്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമ ഇട്ടിട്ട് ബാക്കി അതെന്നാ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം മിസ്സിങ് ആ ഇൻഫർമേഷൻ. അത് ഈ പാരഗ്രാഫ് ഈ ഓപ്ഷനിൽ ഏതോ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിന് ആ സെൻറ്റൻസിനെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ടാസ്ക്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു ലുക്ക് അറ്റ് ഇതും അങ്ങനത്തെ അതുണ്ടോ, അക്കോർഡിംഗ് ടു ദ എക്സ്ട്രാക്ട് പ്രയർ ടു മേക്കിംഗ് എ ഹോം വിസിറ്റ് നേഴ്സസ് മസ്റ്റ്. അപ്പം നേഴ്സ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ ഈ സെൻറ്റൻസ് പറയുന്നത്. മസ്റ്റ് കഴിഞ്ഞ് ബാക്കി എന്നാ എഴുതേണ്ടതെന്ന് ഈ സാധനം വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് സെക്ഷൻ ഓഫ് ദ ഗൈഡ് ലൈൻസ്. ഇതൊരു പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇനിയും ബാക്കി ആ സെൻറ്റൻസിനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക അതല്ല ടാസ്ക്. ഈ ക്വസ്റ്റ്യൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പം ഈ രണ്ട് ടൈപ്പ് ഓഫ് ടാസ്കുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സംടൈംസ് യു മൈറ്റ് ഹാവ് ടു ജസ്റ്റ് ഫൈൻഡ് ആൻ ആൻസർ ടു എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, and sometimes you might have to complete a sentence. A part of a sentence will be given and the remaining part you have to complete with one of the options. That is one type of question. Then there is another type of question where you will be given a very simple and a straightforward question, and you have to find the answer to that question and match it with the option to finalize which is the correct option. ഇതുണ്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞിട്ട് വെൻ ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. ഇതൊരു കംപ്ലീറ്റ് ക്വസ്റ്റ്യനാണ്. വെൻ ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ഫോർ ഹെൽത്ത് പ്രൊഫഷണൽ ടു പാസ് ഓൺ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഗിവൻ ബൈ ദ പേഷ്യൻറ്റ്. ഇറ്റ്സ് എ ഫുൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദിസ് തിങ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ പർപ്പസ് ഓഫ് ദ ഇമെയിൽ ടു പ്രാക്ടീഷണേഴ്സ് അബൌട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ഒബ്ലിഗേഷൻ ഇസ് ടു. ഇത് കംപ്ലീറ്റ് സെൻറ്റൻസ് ആണോ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യം പറഞ്ഞ പോലെ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. ഇസ് ടു കഴിഞ്ഞ് ബാക്കിയുള്ള ഫില്ല് ചെയ്യണം. ഇസ് ടു ആക്ട് ആസ് എ റിമൈൻഡർ ഫോർ ദർ ആപ്ലിക്കേഷൻ, ഇസ് ടു റെസ്പോണ്ട് ടു എ സ്പെസിഫിക് ക്വറി, ഇസ് ടു അനൗൺസ് എ ചേഞ്ച്. അപ്പം ഇങ്ങനെ കംപ്ലീറ്റ്. അപ്പം ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാം. ഒന്നാമത്തെ കാര്യം, ഈ സെൻറ്റൻസ് നമുക്ക് ഇൻകംപ്ലീറ്റ് ആണെങ്കിലും കംപ്ലീറ്റ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വാക്കായി പറഞ്ഞ വെർബ് എന്ന് പറഞ്ഞ കാര്യം, വെർബ്സ്. ഓക്കെ, ഈ വെർബിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഈ കേസിൻ്റെ അകത്ത് ഈ സ്റ്റോർഡ് ആണ് വെർബ്, സ്റ്റോർ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻകറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പം ഈ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി തന്നെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെർബ് ചെയ്യുന്നുണ്ട്, ഒരു വെർബ് നടന്നാൽ ഇഫാണ്. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ. ഇഫ് വാക്സിൻസ് ഹാവ് ബീൻ സ്റ്റോർഡ് ഇൻകറക്ട്ലി, ഇങ്ങനെ ഇൻകറക്റ്റായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ഒരു വെർബ് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ മീനിങ്. വേറൊരു വെർബ് ഇതിൽ ഈ വെർബോ ചെയ്യണം എന്നാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ ചോദിച്ചേക്കുന്നത്
നമുക്ക് ആദ്യം, സോ ഐ വിൽ ഗിവ് യു മേ ബി 1 minute. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ 1 minute കൊണ്ട് വാട്ട് യു ഹാവ് ടു ടെൽ മീ ഇസ് വേർ ഇൻ ദ പാരഗ്രാഫ്. എനിക്ക് ജസ്റ്റ് ലൈൻ മാത്രം പറഞ്ഞാൽ മതി, ഏത് ലൈനിലാണ് എവിടെയാണെന്ന്. ആം, ആം, ഈ ഇൻകറക്റ്റ് സ്റ്റോറേജിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റോറേജിൻ്റെ കാര്യമല്ലേ പറയുന്നത്, ഈ വർബ് നടക്കുന്ന ഒരു കണ്ടീഷനെ കുറിച്ച് എവിടെയാണ് പറഞ്ഞേക്കുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? 1 minute ഐ ഗിവ് യു. ഇറ്റ്സ് 3:39 40 വരെ. Okay, so can anyone tell me where are they talking about incorrect storage? രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റോറേജ് എന്ന് ഇപ്പം നമ്മൾ ഈ വാക്കാണ് നോക്കുന്നതെന്ന് വെച്ചോ, സ്റ്റോർ എന്നുള്ള വാക്ക് തന്നെയാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ വാക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യും, ഉപയോഗിക്കാതിരിക്കാൻ നോക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ സ്റ്റോർഡ് എന്നുള്ളൊരു വാക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഭാഗം വായിക്കുമെന്ന് ഇവർക്കറിയാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഇപ്പോൾ സ്റ്റോറിംഗ് എന്നൊരു വാക്ക് നമ്മൾ നോക്കുന്നു, ഇവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ വേറെ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് എന്ന് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് എന്ന് കിടപ്പുണ്ട്. പിന്നെ സ്റ്റോർ ഒന്നുമില്ലെന്ന് തോന്നുന്നു, കാണാപ്പെടാം. വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഈ 3 സ്ഥലത്ത് ഇവിടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 3 സെൻറ്റൻസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സെൻറ്റൻസിനകത്ത് നമ്മൾ നോക്കുന്ന ഇൻഫർമേഷൻ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം കോൾഡ് ചെയിൻ ഇസ് എ സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് സ്റ്റോറിങ് വാക്സിൻസ് വിത്തിൻ ദ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് +2 degrees Celsius to +8 degree. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ റീഡ് ഫ്രം ഫുൾ സ്റ്റോപ്പ് ടു ഫുൾ സ്റ്റോപ്പ്. കാരണം ഈ ഒരു സെൻറ്റൻസിൻ്റെ പൂർണ്ണ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഈ ഈ ഫുൾ മീനിങ് മനസ്സിലാവണം. അപ്പം ഇതിൻ്റെ അകത്തെ വെർബിനെ ഒന്ന് നോക്കിക്കേ. കോൾഡ് ചെയിൻ ഇസ് എന്ന് പറയുന്ന ഒരു വെർബാണ്. ട്രാൻസ്പോർട്ടിങ് ആൻഡ് സ്റ്റോറിങ് എന്ന് പറയുന്ന 2 വെർബാണ്. പിന്നെ ഈ 2 അപ്പം ട്രാൻസ്പോർട്ട് സ്റ്റോറിനെ ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പം ഈവൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ആരെ? വാക്സിൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ കൂടെ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. വിതിൻ ഇതുണ്ട്. ഇവർ പറയുന്നത് ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് സിമ്പിൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ദ കോൾഡ് ചെയിൻ ഇസ് എ സിസ്റ്റം. ഇപ്പം ഇതൊരു സിസ്റ്റം ആണെന്നും പറയുന്നുണ്ട്. ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് സ്റ്റോറിങ് വാക്സിൻസ് വിതിൻ ദ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് +2 degrees Celsius to +8 degrees Celsius ഫ്രം ദ പ്ലേസ് ഓഫ് മാനുഫാക്ചർ ടു ദ പോയിന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം നമ്മൾ വായിച്ചപ്പോൾ അതിനെ സ്മോൾ പീസസ് ആക്കി വായിച്ചു. അർത്ഥം ചെറിയ മീനിങ് ഫുള്ളായ പീസസ് ആക്കി നമ്മൾ വായിച്ചു. കോൾഡ് ചെയിൻ ഇസ് എ സിസ്റ്റം, അതൊരു പീസ്. ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് സ്റ്റോറിങ് വാക്സിൻസ്, അതൊരു പീസ്. വിതിൻ ദ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് +2 degrees Celsius to 8 degrees Celsius ഫ്രം ദ പ്ലേസ് ഓഫ് മാനുഫാക്ചർ ടു ദ പോയിന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷനാണ് നമുക്കത് മനസ്സിലായത്. അപ്പോൾ നമ്മളതിനെ വി ഫോക്കസോ, അപ്പോൾ ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ വെർബിനെ ശ്രദ്ധിച്ചു. പിന്നെ നമ്മളതിനെ ചെറിയ മീനിങ് ഫുള്ളായ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മളതിനെ വായിച്ചു. അപ്പോൾ ഒരു വലിയ സെൻറ്റൻസ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അർത്ഥം മനസ്സിലാവും. കാരണം ഈ ഒരു സെൻറ്റൻസിൻ്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ്സ് ഗോയിങ് ത്രൂ 3 lines. Okay, so automatically if you see something that is going through 3 lines, okay, and when you're trying to read, it's very easy to ignore a particular portion of that sentence, or maybe നമ്മുടെ ഒരു ക്ഷമ കെട്ടിട്ട് നമ്മളത് വായിക്കാതെ വിടുന്നതോ അങ്ങനെയൊക്കെ സംഭവിക്കാം ഈ ഒരു സെൻറ്റൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഭാഗം വായിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിൻ്റെ പൂർണ്ണ അർത്ഥം ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പം
നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ വെർബിനെ നോക്കി വായിക്കുക, ചെറിയ ചെറിയ പീസസ് ആക്കി വായിക്കുക. ബാക്കി ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചോണം. മെയിൻ്റെനൻസ് ഓഫ് കോൾഡ് ചെയിൻ ഈസ് എസെൻഷ്യൽ, ഈസ് വെർബ്, ഫോർ മെയിൻറ്റെയിനിങ് വാക്സിൻ പൊട്ടൻസി ആൻഡ് ഇൻ ടേൺ വാക്സിൻ എഫക്റ്റീവ്നെസ്. അപ്പോൾ ഈ ഒരു സാധനം വാക്സിൻ്റെ പൊട്ടൻസി വാക്സിൻ്റെ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്നാന്ന്. ഇതിൻ്റെയൊക്കെ വേർഡിൻ്റെ ഇപ്പോൾ ഇത് ഈ ഒരു വാക്ക് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാത്തൊരു വാക്കാണെങ്കിൽ അതിനെ പിടിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വി ഹാവ് ടു അപ്രോക്സിമേറ്റ് ദാറ്റ് മീനിങ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം ഒരു അർത്ഥം നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കണം ബാക്കിയുള്ള വാക്കുകൾ വെച്ചാണേലും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു സിസ്റ്റമാണെന്ന് മനസ്സിലായി. പിന്നെ അത് എന്നാത്തിനുള്ള സിസ്റ്റമാണെന്ന് മനസ്സിലായി. ട്രാൻസ്പോർട്ടിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമാണെന്ന് മനസ്സിലായി. എന്നാത്തിനെ സ്റ്റോർ ചെയ്യുന്നു? വാക്സിൻസിനെ സ്റ്റോർ ചെയ്യാനുള്ളതെന്ന് മനസ്സിലായി. അപ്പം ഏത് ടെമ്പറേച്ചർ റേഞ്ചിൽ, വിതിൻ ദ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് ഈ പറയുന്ന ടെമ്പറേച്ചർ റേഞ്ചിൽ വാക്സിൻസിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഉള്ള ഒരു സിസ്റ്റമാണെന്ന് മനസ്സിലായി. എവിടുന്ന്? ഫ്രം ദ പ്ലേസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ടു ദ പോയിന്റ് ഇത് കൊണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സ്ഥലം വരെ ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ ഈ ഒരു വാക്സിൻസിനെ ട്രാൻസ്പോർട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിനെയാണ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നതെന്ന് നമുക്ക് അവിടെ തൊട്ട് മനസ്സിലായി. മെയിൻ്റെനൻസ് ഓഫ് കോൾഡ് ചെയിൻ അത്യാവശ്യമാണ്. എന്തിനു വേണ്ടി? വാക്സിൻ പൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഇൻടേൺ വാക്സിൻ എഫക്റ്റീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനും. ഈ കുത്തി കഴിഞ്ഞാൽ വാക്സിൻ കുത്തിയാൽ അവന് ഏക്കോ ഇല്ലയോ, അതോ രോഗം വീണ്ടും വരുമോ, ആ വാക്സിൻസിൻ്റെ എഫക്റ്റീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഒരു പൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ പറയുന്ന കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എസെൻഷ്യൽ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസെൻഷ്യൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ്. എന്നിട്ട് പറയുന്നു പർപ്പസ് ബിൽഡ് വാക്സിൻ റെഫ്രിജറേറ്റേഴ്സ് വിച്ച് ആർ കോൾഡ് ആസ് PBVR. ഓക്കെ, അതൊരു ബ്രാക്കറ്റ്, പർപ്പസ് ബിൽഡ് വാക്സിൻ റെഫ്രിജറേറ്റേഴ്സ്, അതൊരു പേരാ. കാരണം ഈ P ക്യാപിറ്റൽ എഴുതിയിരിക്കുന്നത് കൊണ്ടും നമുക്ക് അതൊരു അതിനൊരു അബ്രിവേഷൻ അപ്പുറത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കത് വി ക്യാൻ തിങ്ക് ദാറ്റ് ദിസ് ഈസ് എ നെയിം. ഓക്കെ, ആർ ദ പ്രിഫേർഡ് മീൻസ് ഓഫ് സ്റ്റോറേജ്. മീൻസ് സ്റ്റോറേജ് മാത്രമല്ല ആ വാക്ക്, ആ ഒരു വെർബ് മീൻസ് ഓഫ് സ്റ്റോറേജ് എന്നാണ്. സ്റ്റോറേജിന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മീൻസ് എന്ന് പറഞ്ഞാൽ അറിയാം. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്നാ, പ്ലെയിന്, കാറ്, ജീപ്പ്, ഇതെല്ലാം മീൻസ് ഓഫ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ. ഇപ്പം മീൻസ് ഓഫ് സ്റ്റോറേജ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാനുള്ള മാർഗ്ഗം. അപ്പം പ്രിഫേർഡ് മീൻസ് ഓഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആൾക്കാർ സ്റ്റോർ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന മാർഗ്ഗം. ഓക്കെ, അതാണ് ഈ പർപ്പസ് ബിൽഡ് വാക്സിൻ റെഫ്രിജറേറ്റേഴ്സ്. ഈ പറയുന്ന പർപ്പസ് ബിൽഡ് വാക്സിൻ റെഫ്രിജറേറ്റേഴ്സ് ആണ് ആൾക്കാർക്കുള്ള പ്രിഫേർഡ് മീൻസ് ഓഫ് സ്റ്റോറേജ് ഫോർ വാക്സിൻസ്. അത് ആ സെൻറ്റൻസ് അവിടെ കഴിഞ്ഞു. ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സ് ആർ നോട്ട് ഡിസൈൻഡ് ഫോർ ദ സ്പെസിഫിക് ടെമ്പറേച്ചർ നീഡ്സ് ഓഫ് വാക്സിൻ സ്റ്റോറേജ്. അപ്പോൾ അവിടെ ഒരു വേറൊരു ഫാക്റ്റും കൂടെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് വീട്ടിൽ വെച്ചേക്കുന്ന ഫ്രിഡ്ജൊന്നും ഇതിന് പറ്റത്തില്ല എന്നൂടെ അഭിപ്രായം. കാരണം എന്നാ, അത് ഡിസൈൻ ചെയ്തിട്ടില്ല അങ്ങനെ. എന്തിനു വേണ്ടി? ഫോർ ദ സ്പെഷ്യൽ ടെമ്പറേച്ചർ നീഡ്സ് ഓഫ് വാക്സിൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആവശ്യമായ സ്പെഷ്യലായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൂടെ പറയാം. അപ്പോൾ അവരൊരു ഫ്രിഡ്ജിൻ്റെ ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് നല്ല ഇതുവരായിട്ടും ഇത് ഇൻകറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന കഥ അവർ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. നമ്മുടെ ബേസിക് നമ്മൾ നോക്കുന്നത് വൈ ഈസ് ദിസ് ഇൻകറക്റ്റ്ലി സ്റ്റോർഡ് എന്നുള്ളൊരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻകറക്റ്റ് സ്റ്റോറേജ് നടന്നാൽ നമ്മൾ എന്നാ ചെയ്യണമെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടുത്തെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് പറയുന്നു ഡിസ്പൈറ്റ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഡിസ്പൈറ്റ് എന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു. ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിട്ട് പോലും, എങ്കിൽ പോലും, അത് നമ്മൾ അതിൻ്റെ ഒരു കൗണ്ടർ ഒപ്പീനിയൻ പ്രസൻറ്റ് ചെയ്യാൻ പോകാമെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം പറയുക ഡിസ്പൈറ്റ് ട്രൈയിങ് വെരി ഹാർഡ്, ഐ വാസ് നോട്ട് ഏബിൾ ടു സ്കോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അതൊരു കൗണ്ടർ ആർഗ്യുമെൻറ്റാണ്. അതായത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ ശരിക്കും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റണം, പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അതൊരു ഡിസ്പൈറ്റ് വെച്ച് പറഞ്ഞേക്കുന്ന ഒരു കൗണ്ടർ ഒപ്പീനിയനാണ്. അതായത് ഇങ്ങനെ ഉണ്ടായിട്ട് പോലും, എങ്കിൽ പോലും എന്നൊക്കെ പറയുന്ന ഒരു മലയാളത്തിലെ പ്രയോഗമായി ഡിസ്പൈറ്റും ഇൻസ്പൈറ്റും. ഓക്കെ, അത് ടോക്കിംഗ് അബൌട്ട് കൗണ്ടർ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ അവിടെ തന്നെ ഡിസ്പൈറ്റ് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഈ സ്റ്റോറേജ് ഒക്കെ മര്യാദയ്ക്ക് സ്റ്റോർ ചെയ്യുന്ന കാര്യം പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇവിടെ ഡിസ്പൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇനിയും ശരിയായിട്ടുള്ള സ്റ്റോറേജ് അല്ല എന്നുള്ളൊരു മീനിങ്ങിലോട്ട് വരും അവർ. ഡിസ്പൈറ്റ് ബെസ്റ്റ് പ്രാക്ടീസസ് കോൾഡ് ചെയിൻ ബ്രീച്ചസ് സംടൈംസ് ഒക്കർ. ബ്രീച്ച് എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും ബ്രേക്ക് എന്ന, പൊട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരിക, ബ്രീച്ച് സംഭവിക്കുക. ഇപ്പോൾ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായെന്നൊക്കെ ന്യൂസിലൊക്കെ വായിക്കുന്നത് കേട്ടിട്ടില്ലേ? അതെന്ത് അർത്ഥം? ആ സെക്യൂരിറ്റിക്ക് ഒരു വീഴ്ച വരിക അല്ലെങ്കിൽ ഒരു ബ്രീച്ച് വരിക, അതാ ഉദ്ദേശിക്കുന്നത് ബ്രീച്ചസ്. ഓക്കെ,
അപ്പോൾ ഇവർ പറയുന്നത് ഡിസ്പൈറ്റ് ബെസ്റ്റ് പ്രാക്ടീസസ്, നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് പോലും ചിലപ്പം ബ്രീച്ചസ് ഉണ്ടാവും. ഈ പറയുന്ന കോൾഡ് ചെയിനിൽ ബ്രീച്ച് ഉണ്ടാവും. കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ തകരാറുണ്ടാവുമെന്ന്, പ്രോപ്പർലി സ്റ്റോർ ചെയ്യുന്നില്ലാത്തതിൻ്റെ കഥയാണ് ഇവർ പറഞ്ഞു വരുന്നത്. എന്നിട്ട് എന്നാ ചെയ്യണം? അപ്പം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഇഗ്നോർ ചെയ്താൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സെൻറ്റൻസിലേക്ക് എത്താം. ഇവനാണ് നമ്മൾ നോക്കുന്ന സെൻറ്റൻസ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഡിസ്പൈറ്റ് നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവരോട് ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ്, ഇവിടം വരെ അവൻ പറഞ്ഞ കാര്യം നല്ലതാണ്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാനിങ്ങനെ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? കാരണം ജനറലി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അവിടുത്തെ ഒരു പ്രശ്നം. ഇവർ ഇംഗ്ലീഷിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്നതും നമ്മൾ മലയാളത്തിൽ ചിന്തിച്ച് വരുന്നതും തമ്മിലുള്ള അതിൻ്റെ അർത്ഥം. ആൾക്കാർ പറയും മലയാളത്തിൽ അതിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ബി ആൻഡ് സി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ്ങും സജസ്റ്റഡ് മീനിങ്ങും ഡയറക്റ്റ് മീനിങ്ങും ഒക്കെയാണ് ഈ ചോദ്യമായിട്ട് ഇവർ ചോദിക്കുന്നത്. അപ്പം അത് കാരണം വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ ദാറ്റ് ഈസ് വൈ these kind of explanations that I am doing might help you to improve your understanding. Are you following me? So അവർ പറയുന്നത് ഇങ്ങനെ ബ്രീച്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യും? സംടൈംസ് ഉണ്ടാവും. ഡു നോട്ട് ഡിസ്കാർഡ്. അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവിടുത്തെ വാക്ക് ഡിസ്കാർഡ് എന്ന് പറയുന്ന ഒരു വെർബല്ലേ, കളയരുത്. അപ്പോൾ ഇവർ ആദ്യം ചെയ്യരുതാത്ത ഒരു വെർബിനെ കുറിച്ചാണ്, ഡിസ്കാർഡ് ചെയ്യരുത്. അപ്പം ഡിസ്കാർഡിന് പകരമുള്ള ഒരു വാക്കുണ്ട് ഓപ്ഷൻ്റെ അകത്ത് കിടക്കുന്നുണ്ടോ? ഡിസ്പോസ്. ഡിസ്പോസും ഡിസ്കാർഡ് ഒരേ അർത്ഥമല്ലേ? അപ്പോൾ ഇവിടെ പക്ഷേ ഈ ഒരു ഓപ്ഷൻ തെറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വെർബ് കമ്പയർ ചെയ്താൽ തന്നെ തീർന്നു. ഇവിടെ പറയുന്നത് ഡു നോട്ട് ഡിസ്കാർഡ് എന്നാണ് പറയുന്നത്, കളയരുത്. ഇവിടെ പറയുന്നത് ഷുഡ് ഡിസ്പോസ്, കളയണം. ഓപ്പോസിറ്റ് മീനിങ്ങാണ്. അപ്പം ഇത് തമ്മിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വേറെ വല്ലയിടത്തും ഡിസ്പോസ് എന്ന് വല്ല അല്ലെങ്കിൽ കളയുന്ന കാര്യം വല്ലതും പറയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അത് പോയി. ഈ സെൻറ്റൻസിനകത്ത് ഡു നോട്ട് ഡിസ്കാർഡും ചെയ്യരുത് ഓർ യൂസ്. അപ്പം ഉപയോഗിക്കുകയും ചെയ്യരുത്, കളയുകയും ചെയ്യരുത്. അവിടെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എനി വാക്സിൻസ് എക്സ്പോസ് ടു ടെമ്പറേച്ചർ ബിലോ ഈ പറഞ്ഞ, അതായത് ഈ ഒരു കോൾഡ് ചെയിനിൻ്റെ മുകളിലോ, കോൾഡ് ചെയിൻ ടെമ്പറേച്ചറിൻ്റെ മുകളിലോ താഴെയുള്ള ഏതെങ്കിലും ഒരു സാധനം നിങ്ങളിപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഈ പറയുന്ന കോൾഡ് ചെയിൻ ടെമ്പറേച്ചറിൻ്റെ മുകളിലോ താഴെയുള്ള, അല്ല ബിലോ ദിസ് തിങ് ഓർ അബവ് 8. അപ്പോൾ ഇതിൻ്റെ താഴെയോ ഇതിൻ്റെ മുകളിലോ, ഇവിടെ ബിലോ അബവ് എന്ന് പറഞ്ഞ രണ്ട് വാക്കുകളുണ്ട്. വിതൗട്ട് ഒബ്റ്റൈനിങ് ഫർദർ അഡ്വൈസ്. അപ്പം ഒബ്റ്റൈൻ ചെയ്യാതെ അതിനെ ഡിസ്കാർഡ്. ഈ 3 വെർബ് നോക്കിയോ, ഡിസ്കാർഡും ചെയ്യരുത്, യൂസും ചെയ്യരുത്, അൺടിൽ യു ഒബ്റ്റൈൻ. ഒബ്റ്റൈൻ ചെയ്യുന്നിടം വിതൗട്ട് ഒബ്റ്റൈനിങ്, ഒബ്റ്റൈൻ ചെയ്യാതെ യൂസും ചെയ്യരുത്, ഡിസ്കാർഡും ചെയ്യരുത് എന്നാണ്. ആ ഒരു ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ശ്രദ്ധിക്കണം, പക്ഷെ എന്നാലും അത് ഈ ഒരു മീനിങ്ങുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വെർബിനെ നോക്കിയാൽ തന്നെ ഇവരെന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് ദാറ്റ്. ഈ ഒരു വെർബ് നടന്നാൽ ഏത് വെർബ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ വി ആർ കമ്മിങ് ഹിയർ. അപ്പോൾ ഇവിടെ ഐസൊലേറ്റ് ഇതൊരു വെർബാണ്. ആൻഡ് കോണ്ടാക്ട് അടുത്ത വെർബ്. ഐസൊലേറ്റ് ആൻഡ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റി വെക്കുക. അതിനകത്ത് ഐസൊലേറ്റ് എന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, വാക്സിൻ. അപ്പം അതിനെ ഒറ്റയ്ക്ക് മാറ്റി വെക്കുക, എന്നിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. കോണ്ടാക്ട് ദ സ്റ്റേറ്റ് ദിസ് തിങ്. വേറെ വെർബ് ഉണ്ടോ? ഹെൽത്ത് ബോഡീസ് പ്രോഗ്രാം വാക്സിൻസ് ആൻഡ് ദ മാനുഫാക്ചർ. വേറെ വെർബൊന്നുമില്ല, കോണ്ടാക്ട് എന്നേ പറയുന്നുള്ളൂ. ഉണ്ട്, അഡ്വൈസിന്. കോണ്ടാക്ട് എന്തിന് അഡ്വൈസ് ചെയ്യണം? കോണ്ടാക്ട് ഫോർ അഡ്വൈസ്. അഡ്വൈസിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുക എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. അഡ്വൈസ്, കോണ്ടാക്ട് ഫോർ അഡ്വൈസ്, അഡ്വൈസിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുക. ഇത്ര ഈ ഒരു സെൻറ്റൻസിന് മീനിങ് ഉള്ളു. അപ്പം ഇനി നോക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 2 വെർബുകൾ കോണ്ടാക്റ്റുമായിട്ട് സെറ്റ് ആവുന്ന വെർബ് ഏതാ? സെൻഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് എന്നല്ല. ഓക്കെ, റിപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ വേണമെങ്കിൽ കോണ്ടാക്ട് നമുക്ക് പറയാം. കാരണം ഒരാൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ആണ് റിപ്പോർട്ട് ചെയ്യുക. കോണ്ടാക്ട് ഫോർ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നാണ്. അഡ്വൈസിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു സ്റ്റോറി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു
ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വെർബിനെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, കാരണം ഇതെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുമ്പോൾ അറിയാം ഇതിനെല്ലാം ഒരു പാറ്റേണും ഒരു ഷേപ്പും ഒരു രൂപമൊക്കെ ഉണ്ട്. നമ്മുടെ മലയാളത്തിലുള്ള വാക്കുകൾക്ക് ഉള്ള പോലെ തന്നെ ഇംഗ്ലീഷിലുള്ള വാക്കുകൾക്കും ഇങ്ങനെ പല പല വെറൈറ്റി ഓഫ് ഷേപ്സ് ആൻഡ് ഫോംസ് ഉണ്ട്. അത് നമ്മുടെ മലയാളമായിട്ട് നല്ല ചെറിയ രീതിയിൽ വ്യത്യാസമുള്ള ഒരു സെൻറ്റൻസ് ക്രിയേഷനാണ്. അതായത് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് മലയാളം പോലത്തെ സെൻറ്റൻസിലാണ്. വെർബൊക്കെ മലയാളത്തിൽ അവസാനമാണെങ്കിൽ ഇംഗ്ലീഷിൽ വെർബ് രണ്ടാം സ്ഥാനമാണ്, സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഒരു ഓർഡറിനുള്ള ഒരു മാറ്റം അല്ലാതെ, പ്രത്യേകിച്ച് ഈ വെർബ് എന്ന് പറയുന്ന സാധനം ക്രിയകൾ മലയാളത്തിലുണ്ട്, അഡ്വർബ് എന്ന് പറയുന്നത് ക്രിയാവിശേഷണം എന്ന് പറയുന്ന മലയാളത്തിലുണ്ട്, അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം എന്ന് പറയുന്ന മലയാളത്തിലുണ്ട്, നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം എന്നുണ്ട്, പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ സർവനാമങ്ങൾ എന്നുണ്ട്. ഇതെല്ലാം മലയാളത്തിലുള്ള വാക്കുകൾ. ഈ നൗൺസ്, വെർബ്, ഈ പറയുന്ന ഉള്ള വാക്കുകളല്ല ഇത്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഇംഗ്ലീഷിലുള്ള ഈ 8 ടൈപ്പ് ഓഫ് വേർഡ്സ്, നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻസ്, ഇത്രയും ഇന്റർജെക്ഷൻ ശ്രദ്ധിക്കേണ്ട. പക്ഷെ ഇത്രയും ഈ 7 എണ്ണത്തിനെ നമുക്ക് നമ്മുടെ സെൻറ്റൻസിൻ്റെ അകത്ത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ നമുക്ക് അർത്ഥത്തോടെ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു സെൻറ്റൻസിനകത്ത് കണ്ടാൽ ഇവൻ ഇതാണെന്ന് മനസ്സിലാവണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ നമ്മൾ അതിൻ്റെ ഡെഫിനേഷനായിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഈ ഒരു കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഐഡിയ മനസ്സിലായായിരുന്നോ ഞാൻ പറഞ്ഞ? ഓക്കെ, രണ്ടാമത്തെ ഇപ്പോൾ ഇതുണ്ടോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. ലൈക്ക് ഐ വിൽ ഗിവ് യു 2 minutes. 2 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരത്തെ നിങ്ങൾക്ക് ആൻസർ ധൃതി പിടിക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏത് ഓപ്ഷൻ തെറ്റിക്കും എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് ഏത് ശരിയാവുമെന്നല്ല എനിക്കറിയേണ്ടത്, ഏത് ഓപ്ഷൻ. ഇപ്പം നിങ്ങൾക്ക് ഒരെണ്ണം തെറ്റിക്കാൻ വായിച്ചു നോക്കിയിട്ട് ഇത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാരണം സഹിതം നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുവാണെങ്കിൽ യു സേ ഇറ്റ്. ഓക്കെ, അതർവൈസ് ഡോണ്ട് ടെൽ മീ ദാറ്റ് ദിസ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങളുടെ ഇൻഡ്യൂഷനും ആകാം. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം മൂന്നും കറക്റ്റ് ആണോ എന്ന് തോന്നാൻ വേണ്ടിയാണ് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പം ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇതും കറക്റ്റാണ്, മൂന്നും കറക്റ്റാന്ന് തോന്നും. അപ്പം അങ്ങനെ ഒരു കറക്റ്റിനെ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും നല്ല ഒരു ഇൻകറക്റ്റിനെ കണ്ടുപിടിക്കുന്ന എളുപ്പമാണ്. അപ്പം ഒരു ഇൻകറക്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് പറയാം. ഇവിടെ ചോദിച്ചേക്കുന്നത് പ്രയർ ടു മേക്കിംഗ് എ ഹോം വിസിറ്റ് എന്നാണ്. അതായത് ഹോം വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റ്, നേഴ്സ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ പ്രയർ മനസ്സിൽ വെച്ചോണം, നേഴ്സ് ചെയ്യേണ്ട കാര്യമാണെന്നും മനസ്സിൽ വെച്ചോണം. ഹോം വിസിറ്റിന് മുമ്പ്. പ്രയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുമ്പ് എന്നാണ്. പ്രയർ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട്, ആഫ്റ്റർ, ഓൺ റിട്ടേൺ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ തിരിച്ച് പ്രയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബിഫോർ എന്നാണ്. ബിഫോർ മേക്കിംഗ് എ ഹോം വിസിറ്റ്, അതിനെ വേണമെങ്കിൽ സിംപ്ലി അങ്ങനെ മനസ്സിലാക്കും. ബിഫോർ മേക്കിംഗ് എ ഹോം വിസിറ്റ് നഴ്സസ് മസ്റ്റ് ഡു സംതിങ്. സജഷൻ അല്ല, ഒരു സ്ട്രോങ് സജഷൻ. മസ്റ്റ് എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു. $358, $359 ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പറയണേ. അയ്യോ, 359 Any guess?
കിട്ടിയോല്ലോ രേഷ്മ സ്നേഹം? ബി അല്ല. ബി അല്ല. ബി അല്ല എന്ന് പറയാനുള്ള കാരണം പറയാമോ? ഇത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മള് പ്രയർ ഹോം വിസിറ്റ് ചെയ്യുന്നതിന്റെ പ്രയർ എന്നാ ആയിട്ട് നേരത്തെ ചെയ്യേണ്ട കാര്യമില്ല. പ്രയർ ആയിട്ട് പറഞ്ഞാൽ അതിന് മുമ്പ് ചെയ്യേണ്ടത്. അപ്പം ഈ റീഫിൽ ദെയർ ബാഗ്സ് വിത്ത് നെസസറി ഐറ്റംസ്, റീഫിൽ അതിൻ്റെ വെർബ്. അപ്പം ഇത് ഈ റീഫിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മുമ്പ് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ മുമ്പല്ല ചെയ്യേണ്ടതെന്നോ എല്ലായിടത്തുനിന്നോ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ടോ? റീഫിൽ ദ ബാഗ്. റീഫിൽ ദ ബാഗിനെ കുറിച്ച് എവിടെയാ പറഞ്ഞേക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സിമിലർ? ആ റീഫിൽ എന്നുള്ള വേർഡ് അല്ല നമ്മൾ നോക്കുന്നത്, അതേ അർത്ഥമുള്ള ഏകദേശം ബാഗൊന്നും അല്ലായിരിക്കും. ഇതുണ്ടോ ഇവിടെ ഈ ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ, ഇതുണ്ടോ റീസ്റ്റോക്കിംഗ് ഓഫ് ദ നഴ്സസ് കിറ്റ് എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം ഇവര് പറയുന്നത് അതൊരു വേണമെങ്കിൽ റീഫിൽ എന്ന് പറയാം, റീസ്റ്റോക്കിങ്ങിനെ. നഴ്സസ് കിറ്റ് എന്നുള്ളതിനെ വേണേൽ അവരുടെ ബാഗ് എന്നും പറയാം. അതിന് വലിയ അർത്ഥ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴോ പക്ഷെ രേഷ്മ പറഞ്ഞ ബി തെറ്റാ, അത് ശരിയാ, തെറ്റാണ്. ഇറ്റ്സ് നോട്ട് എ കറക്റ്റ് ഓപ്ഷൻ. പക്ഷെ അത് എന്തുകൊണ്ട് തെറ്റാന്ന് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കിട്ടും. എന്തുകൊണ്ടാണ് അത് തെറ്റെന്ന് ഒരു പറയാൻ പറ്റുമോ? പ്രയർ ആയിട്ട് ചെയ്യേണ്ടത് അല്ല. അതെങ്ങനെ മനസ്സിലായി പ്രയർ ആയിട്ടല്ല ചെയ്യേണ്ടതെന്ന്? റീസ്റ്റോക്ക് പാട്ടാണ്, പക്ഷെ നമ്മളത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അതല്ല. അല്ല, ഇമ്പോർട്ടൻസ് അല്ല. അതായത് ഈ പറയുന്ന റീസ്റ്റോക്കിംഗ് എന്ന് പറയുന്ന ഇതിന് പ്രയർ അല്ല ചെയ്യേണ്ടതെന്ന് എങ്ങനെ തീരുമാനിച്ചു? ഇതുണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഓൺ റിട്ടേൺ ടു ദ പ്രാക്ടീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാധനം തുടങ്ങുന്നത്. അതായത് ഹോം വിസിറ്റിന് മുമ്പത്തെ കാര്യമല്ല, റിട്ടേൺ ടു ദ, റിട്ടേൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം പോയിട്ട് തിരിച്ചു വരുന്ന കഥയാണ് പറയുന്നത്. പോയിട്ട് തിരിച്ചു വരുന്നു. എങ്ങോട്ട് വരുന്നു? പ്രാക്ടീസ് തിരിച്ച്. അതായത് നിങ്ങൾ ആശുപത്രിയിലോട്ട് തിരിച്ചു വന്നു കഴിയുമ്പം എന്നാ ചെയ്യണമെന്നാ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. ഈ സെന്റൻസിന്റെ പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിങ് ഓൺ റിട്ടേൺ ടു ദ പ്രാക്ടീസ് ദ നഴ്സസ് വിൽ ഇമ്മീഡിയറ്റ്ലി അഡ്വൈസ് സ്റ്റാഫ് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഓർ ഹെർ റിട്ടേൺ. അപ്പൊ അവർ പറയുന്നത് ഞാൻ വന്നു എന്ന് ഇമ്മീഡിയറ്റ്ലി അഡ്വൈസ് ചെയ്യണമെന്ന്. പിന്നെ ദിസ് ടൈം വിൽ ബി ഡോക്യുമെന്റ് ദ പേഷ്യന്റ് അസിസ്റ്റൻസ്. ഇത് ഫുള്ള് വായിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് ഓൺ റിട്ടേൺ ആണെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. ഓക്കെ, ഇതെന്ന് പറയുന്നത് ദിസ് ടൈം. എന്നാലും ഒന്ന് കണ്ണോടിച്ച് നോക്കിയോ, എവിടെയെങ്കിലും ഇവർ എന്തെങ്കിലും ട്വിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. Documented on the patient's visit list and then scanned and filed by the administration staff. The nurses will then attend to any special. അതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞത്തെ ആ ഒരു തുടർച്ചയായിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്പെസിമെൻസ്, കോൾഡ് ചെയിൻ റിക്വയർമെന്റ്സ്, റീസ്റ്റോക്ക്, കോമായിട്ട് പോകും. ഇതൊക്കെ വന്നിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരെണ്ണവും കൂടെ തെറ്റിച്ച. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിന്റെ ആവശ്യമില്ല, പോട്ടെ. ഈ രണ്ട് പാരഗ്രാഫും ഈ ക്വസ്റ്റ്യൻസും ഈ ഒരു ഇതും മതി. ഒരെണ്ണം കൂടെ തെറ്റിക്കേ. തെറ്റിക്കാൻ ഓരോ കാര്യം പറയുമോ? വൈ? വൈ തെറ്റാ കാര്യം ശരിയാ, പക്ഷെ വൈ? അതായത് റിക്കോർഡ് ദ ടൈം ദേ ലീവ് ദ പ്രാക്ടീസ്. ഇവിടെ ടൈമിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. when the nurses advice minimum commencing one staff member response, logging the nurses movement എന്ന് പറയുന്നത് ടൈം ഒക്കെ എഴുതുക എന്നൊക്കെ തന്നെ അതിന്റെ അർത്ഥം. ലോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുക.
അല്ലെങ്കിൽ അതിനെ അപ്പം സമയം എഴുതി വെക്കുമെന്ന് വേണമെങ്കിൽ പറയാം, നോ പ്രോബ്ലം. അത് സമയം എഴുതത്തില്ലെന്നൊരു മീനിങ് ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ലോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോകുന്ന സമയം തന്നെയാണ് ലോഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ റെക്കോർഡ് ദ ടൈം ദ ലീവ് ദ പ്രാക്ടീസ്. അപ്പോൾ അതെങ്ങനെയാണ് തെറ്റുന്നത്? പറയാൻ പറ്റുമോ? ഇല്ല. ഇതുണ്ടോ ഇവിടെ ഇത് സിമ്പിളാണ്. അവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യനുമായിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലായി. ഇവിടെ നേഴ്സ് ചെയ്യേണ്ട കാര്യമാണ് ചോദിക്കുന്നത്. നേഴ്സസ് മസ്റ്റ് അല്ലേ? ഇവിടെ ഇവൻ ആരാ ലോഗ് ചെയ്യേണ്ട കാര്യം? അത് വൺ സ്റ്റാഫ് മെമ്പർ റെസ്പോൺസിബിൾ ഫോർ ലോഗിങ്, നേഴ്സല്ല. ഇവൻ്റെ നേഴ്സ് ഇസ് റെഡി ടു ഡിപ്പാർട്ട് എന്ന് പറഞ്ഞാൽ നേഴ്സിൻ്റെ കാര്യം പോയി 2 സ്റ്റാഫ് മെമ്പേഴ്സിനെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. കണ്ടോ? ഇതെല്ലാം അതിൻ്റെ മീനിങ് ഉണ്ടോ? അതായത് വെൻ the nurse is ready to depart, he or she must advise a minimum of 2 staff members, at least 2 പേരെങ്കിലും അറിയിക്കണം, that he or she is commencing home visits. നമ്മൾ ഹോം വിസിറ്റ് തുടങ്ങാൻ പോവുകയാണെന്ന് നേഴ്സ് 2 പേരെങ്കിലും മിനിമം അറിയിക്കണം. തീർന്നിട്ടില്ല, കോമായിട്ടിട്ട് പറയാം, വിത്ത് 1 സ്റ്റാഫ് മെമ്പർ റെസ്പോൺസിബിൾ ഫോർ ലോഗിങ് ദ നേഴ്സസ് മൂവ്മെൻറ്റ്. നേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ലോഗ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആ പറഞ്ഞ 2 ആളിൽ ഒരാൾക്കാണെന്ന്. 2 പേരെങ്കിലും അറിയിക്കണം. അതിൻ്റെ അകത്തുനിന്ന് ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് ലോഗ് ചെയ്യണം. ഇത് എങ്ങോട്ട് പോയി, എപ്പോൾ വന്നു എന്നൊക്കെ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഇറങ്ങി പോകുന്നുണ്ടെന്ന് ഉള്ളൊരു കാര്യം ലോഗ് ചെയ്യണം. എന്നിട്ട് പറയുന്നു, പിന്നെ അത് തന്നെയാണ് പറയുന്നത്, മോർ ദാൻ 1 പേഴ്സൺ മസ്റ്റ് ബി മെയ്ഡ് അവെയർ. ഉറപ്പായിട്ട് 1 കൂടുതൽ ആളെ അറിയിച്ചിരിക്കണം. മെയ്ഡ് അവെയർ എന്ന് പറഞ്ഞാൽ അവരെ അറിയിച്ചിരിക്കണം. മസ്റ്റ് ബി എന്നും പറയുന്നുണ്ട്, നിർബന്ധമായിട്ട്. ഇത് നേഴ്സ് ചെയ്യേണ്ട പരിപാടിയാണ് പറയുന്നത്. ഓഫ് ദ നേഴ്സസ് മൂവ്മെൻറ്റ്സ്, ഫെയിലിയർ ടു ഡു സോ could result in the breakdown of communication and increase risk to the nurse and the practice. അപ്പോൾ 1 പേഴ്സൺ 1 കൂടുതൽ ആളെ അറിയിച്ചിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ ഫെയിലിയർ ടു ഡു സോ, അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ അത് കുഡ് റിസൾട്ട് വരാം, അങ്ങനെ എന്തെങ്കിലും അതിലേക്ക് വരാവുന്ന ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ, തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് വരെ ഉണ്ടാകാം. ആൻഡ് അതുപോലെ തന്നെ പ്രാക്ടീസിന് നേഴ്സിനും ഒക്കെ റിസ്ക് ഇൻക്രീസ് ആണെന്ന് ആരും അറിയിക്കാതെ പോയാൽ. ലോജിക്കാം, 2 പേരെങ്കിലും അറിയിക്കണം. അതിൻ്റെ അകത്തുനിന്ന് ഒരാൾ ഇത് എഴുതി വെക്കാൻ. അപ്പം ഇതുണ്ട്, അതാണ് ഈ സി ഓപ്ഷൻ പറയുന്നത്. അപ്പോൾ റെക്കോർഡ് ദ ടൈം ലീവ് ദ പ്രാക്ടീസ് റോങ് ആയത് നേഴ്സ് ചെയ്യേണ്ട കാര്യമല്ല, അതൊരു സ്റ്റാഫ് അറിയിക്കേണ്ട 2 സ്റ്റാഫ് മെമ്പറിൽ ഒരാൾ ചെയ്യേണ്ട കാര്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് റെക്കോർഡ് ദ ടൈം ദ ലീവ് ദ പ്രാക്ടീസ് ഈസ് റോങ്, ബട്ട് കമ്മ്യൂണിക്കേറ്റ് ദർ ഇൻറ്റൻഷൻസ് ടു അതേഴ്സ് ഈസ് കറക്റ്റ്. ബിക്കോസ് അതാണ് ഇവർ പറയുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവർ ഹോം വിസിറ്റ് കമൻസ് ചെയ്യുന്നതിനെ അവർ ഇൻറ്റൻഷൻസ് ഉദ്ദേശിക്കുന്നത്. ദെയർ എന്ന് ഉദ്ദേശിക്കുന്ന നേഴ്സിൻ്റെ കാര്യമാണ്. കാരണം ക്വസ്റ്റ്യൻ നേഴ്സസ് മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ നേഴ്സിൻ്റെ ഇൻറ്റൻഷൻസ് അതേഴ്സ് 2 പേരോടെങ്കിലും അറിയിക്കണം. അതാ ആ സെൻറ്റൻസ് സി ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ കിട്ടിയോ? Yes, sir. Did you get it? Okay. One more we will do. Okay, then we will see what is being described in this section of guidelines. ഈ ഒരു ഗൈഡ്ലൈൻസിൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ വായിക്കേണ്ടത്. ഇത് നമ്മളൊരു നേരത്തെ 2 ക്വസ്റ്റ്യൻ പോലെ നേഴ്സ് പോയാൽ അതിൻ്റെ പോകുന്നതിന് മുമ്പ് എന്നാ ചെയ്യണമെന്നല്ലോ, അങ്ങനെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ അല്ല ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യന് നമുക്ക് എല്ലാം മനസ്സിലാക്കണം, മൊത്തത്തിൽ മനസ്സിലാക്കണം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ സെൻറ്റൻസും തമ്മിൽ എങ്ങനെയാണ് മീനിങ് ആകുന്നതെന്ന് അതിൻ്റെ ഒരു കംപ്ലീറ്റ് മീനിങ്ങിനാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു റീഡിങ് സ്റ്റൈല് മാറണം. ഓക്കെ, ഒന്ന് ജസ്റ്റ് അതിൻ്റെ അകത്ത് എല്ലാം ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഓടിച്ചോടിച്ച് അതിൻ്റെ വെർബുകളെയൊക്കെ ഒന്ന് നോക്കിയാൽ. ഇതിലെ വെർബുകൾ, അതായത് ഞാൻ വെർബ് അണ്ടർലൈൻ ചെയ്യാം, ചിലപ്പോൾ ഇറ്റ് വിൽ ബി ഈസി. സ്റ്റോർഡ്, ഡിസ്പോസ്ഡ്, ട്രീറ്റഡ്, not disposed, exposed, dealing, ഫെമിലിയർ, ഫോളോ. ഇത്രയും വെർബുകളുണ്ട്. ഞാൻ ഇത് വായിച്ചേക്കാവേ.
ഓപ്ഷൻസിന്റെ അകത്തെയും വെർബുകളെ ശ്രദ്ധിച്ചാൽ മതി, ആൻസർ കിട്ടും. സ്നേഹ, എന്നാ ആൻസർ? ബി. എങ്ങനെ മനസ്സിലായി? കറക്റ്റ് ആൻസർ. അപ്പം ഈ എനെ തെറ്റിക്കാനുള്ള കാരണം എന്നാന്ന് പറയാം? അതില് പ്രൊസീജിയർ ചേഞ്ചസ് ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല. ഇവിടെ ഒരു വ്യത്യാസം, ഈ ചേഞ്ചസ് എന്നുള്ള ഒരു വാക്ക് ഇവിടെ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആ ഒരു സാധനത്തിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിനോട് സാമ്യമായ ഈ ഒരു ഇവിടെ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ഒരു വർബ്. പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസ് പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസ് എന്ന് പറയുന്നത് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന വർബ്, എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു വർബ്. അപ്പോൾ ഈ ഒരു വർബുകളിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഏതാണ് ചേഞ്ചസ്? അല്ല, ചേഞ്ചസ് ആണോ, ബെസ്റ്റ് പ്രാക്ടീസ് ആണോ, അതോ എക്സെപ്ഷൻസ് ആണോ? അപ്പോൾ ഇതിനോട് സാമ്യമായിട്ടുള്ള വാക്കുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവർ ഇങ്ങനെ ഇപ്പോൾ ഇതുണ്ട്, ഓൾ ബയോളജിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി. ഇപ്പോൾ ഈ ഒരു മസ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇങ്ങനെ ചെയ്യപ്പെടണം, അതാണ് പറയുന്നത്. വി കെയർഫുള്ളി സ്റ്റോർഡ് ആൻഡ് ഡിസ്പോസ്ഡ് ഓഫ് സേഫ്ലി. കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് സച്ച് ആസ് ബ്ലഡ് ബാഗ്സ്, ഡർട്ടി ഡ്രസ്സിങ്സ് ആൻഡ് ഡിസ്പോസിബിൾ നീഡിൽസ് ആർ ഓൾസോ പൊട്ടൻഷ്യലി ഹസാർഡസ്. പൊട്ടൻഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡ് ആകാൻ സാധ്യതയുണ്ടെന്ന്. ഓൾ ബയോളജിക്കൽ വേസ്റ്റ്, അപ്പോൾ ഇവരെ ഈ സബ്ജക്റ്റ്, ഈ സെൻറ്റൻസിൻ്റെ എല്ലാ ബയോളജിക്കൽ വേസ്റ്റുകളും നിർബന്ധമായിട്ടും മസ്റ്റ് ബി കെയർഫുൾ ആയിട്ട് സ്റ്റോർ ചെയ്യണം ആൻഡ് ഡിസ്പോസ് ചെയ്യണം. ഇതിൻ്റെ വെർബ് സ്റ്റോർ ചെയ്യുന്ന ഡിസ്പോസ് ചെയ്യണം. വളരെ ശ്രദ്ധയോടെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. സേഫ്റ്റി, ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കുക. അടുത്ത സെൻറ്റൻസാണ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് സച്ച് ആസ് ബ്ലഡ് ബാഗ്സ്, കോമയാണ്, ഡേർട്ടി ഡ്രസ്സിങ്സ് ആൻഡ് ഡിസ്പോസിബിൾ നീഡിൽസ്. തീർന്നു. അപ്പം ഒരു ഇതൊരെണ്ണം, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. കാരണം ഇത് രണ്ടും കോമായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു, ഇത് ആൻഡ് വെച്ച് ഡിവൈഡ് ചെയ്തേക്കുന്നു, മൂന്നായിട്ട് എഴുതിയേക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവർ കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ഈ സച്ചാസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാ, ഇതുപോലത്തെ, അതൊരു എക്സാമ്പിൾ കാണിക്കുന്ന സച്ചാസ്. മനസ്സിലായോ? അപ്പം ഈ കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞ് വന്നതേ ഉള്ളൂ. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആർ പൊട്ടൻഷ്യലി ഹസാർഡസ്. ഹസാർഡസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹസാർഡ് കോസ് ചെയ്യാനുള്ള സാധ്യതയുള്ള സാധനങ്ങൾ. ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ അല്ലെങ്കിൽ ഒരു ഇഞ്ചറിയോ അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ പോസ് ചെയ്യുന്നതിന് ഹസാർഡസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യലി ഹസാർഡ്, പൊട്ടൻഷ്യലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൊട്ടൻഷ്യൽ, സാധ്യത. അപ്പോൾ ഹസാർഡസ് ആകാൻ സാധ്യത, ഇപ്പം എല്ലാ ഹസാർഡസ് ആണെന്നല്ല പറയുന്നത്, ആകാൻ സാധ്യതയുള്ള സാധനങ്ങളാണെന്ന്, ഇൻഫെക്ഷനൊക്കെ പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് അക്കോർഡിംഗ്ലി. അതുപോലെ അത് കാരണം അവിടെ ഒരു മസ്റ്റ് ബി അവർ പറഞ്ഞേക്കുന്നത്, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. If biological waste and contaminated materials are not disposed of properly, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, അതുകൊണ്ട് ഇഫ് വെച്ച് നമ്മൾ ആദ്യത്തെ ചോദ്യം ഇഫ് വെച്ചല്ലേ, അതുപോലത്തെ വേറൊരു ഇഫ്, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, നോട്ട് ഡിസ്പോസ്ഡ് ഓഫ് പ്രോപ്പർലി, സ്റ്റാഫ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി കുഡ് ബി എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട്, കുഡ് ബി എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ്. അപ്പോൾ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിന് ഇവർക്ക് എക്സ്പോഷർ കിട്ടും. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ തൊടുമ്പോഴൊക്കെ ഇവർക്കൊക്കെ അത് അവരുടെ ഇതിലോട്ട് കിട്ടുമെന്ന്. എന്നിട്ട് ആരൊക്കെ? സ്റ്റാഫ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ഇവരാണ് ഇതിനോട് എക്സ്പോസ്ഡ് ആകാൻ സാധ്യതയുള്ളത്, ഇതിനെ പ്രോപ്പർലി ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നാൽ. ഓക്കെ, ആൻഡ് ബിക്കം ഇൻഫെക്റ്റഡ്, അവർക്ക് ഇത് എക്സ്പോസ് ആയിട്ട് അവർ ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്, അവർക്ക് ഈ രോഗമൊക്കെ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ. അപ്പം വേറൊരു ഇറ്റ് ഈസ് എസെൻഷ്യൽ എന്ന് പറയുന്നത് അതൊരു കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു ഇങ്ങനെ ഒരു ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഹോസ്പിറ്റൽസ് ടു ഹാവ് പ്രോട്ടോകോൾസ് ഫോർ ഡീലിംഗ് വിത്ത് ബയോളജിക്കൽ വേസ്റ്റ് ആൻഡ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ്. അപ്പം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയുന്നത്. അതായത് ഹോസ്പിറ്റലിന് നിർബന്ധമായിട്ടും പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കണം, നിയമങ്ങളുണ്ടായിരിക്കണം. എന്തിന്? ഫോർ ഡീലിംഗ് വിത്ത് ബയോളജിക്കൽ വേസ്റ്റ്. ബയോളജിക്കലായ ഈ പറഞ്ഞ ബയോളജിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ബോഡി ഫ്ലൂയിഡ്സും ഇങ്ങനത്തെ സാധനങ്ങളും എല്ലാം വേസ്റ്റായിട്ട് വരുന്ന കാര്യം പറയുന്നത്. അപ്പം അതിനെയൊക്കെ ബയോളജിക്കൽ വേസ്റ്റിനെ ഡീൽ ചെയ്യുമ്പോൾ ഇതിന് പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയ മെറ്റീരിയൽസും ബയോളജിക്കൽ വേസ്റ്റുകളെയും ഡീൽ ചെയ്യുന്നതിന് ഇവർക്ക് ഹോസ്പിറ്റൽസിന് പ്രോട്ടോകോൾ ഉണ്ടാകേണ്ടതെന്ന് എസെൻഷ്യലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ സ്റ്റാഫ് മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദം ആൻഡ് ഫോളോ ദം. അപ്പോൾ ഈ പറഞ്ഞ പ്രോട്ടോകോൾസ് ഒക്കെ എല്ലാ സ്റ്റാഫിനും ഫെമിലിയർ ആയിരിക്കണം, പരിചയമായിരിക്കണം. ഫെമിലിയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യു ലുക്ക് ലൈക്ക് എ ഫെമിലിയർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ
എവിടെയോ കണ്ട് പരിചയമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നിന്റെ മുഖം കണ്ട് എനിക്ക് പരിചയമുണ്ട്. ഫെമിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമുള്ളതിനെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ പറഞ്ഞ ഓൾ സ്റ്റാഫ് മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദം. ഈ പറഞ്ഞ പ്രോട്ടോകോൾസുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം, അവരെ ഫോളോയും ചെയ്യണം, അതിനെ അവർ നോക്കുകയും ചെയ്യണം. The disposal of biohazardous materials is time consuming and expensive. അപ്പം ഈ ബയോ ഹസാർഡസ് മെറ്റീരിയൽസിൻ്റെ ഡിസ്പോസൽ എടുത്ത് കളയുന്നു, ഡിസ്പോസ് ചെയ്യുക, അത് ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ്, കാശ് മുടക്കുന്നുണ്ട്, അല്ല അതുപോലെ തന്നെ സമയം എടുക്കും. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് ഔട്ട് നോൺ കണ്ടാമിനേറ്റഡ് വേസ്റ്റ് സച്ച് ആസ് പേപ്പർ, പിന്നെ പാക്കേജിങ് ആൻഡ് നോൺ സ്റ്റെറൈഡ് മെറ്റീരിയൽ. 3 കാര്യം ഇവിടെ പറഞ്ഞ പോലെ തന്നെ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുക. ഈ ഇട്ട് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഇവിടെ പറഞ്ഞേക്കുന്നത് പേപ്പർ, പാക്കേജ് എക്സാമ്പിളാണ്. നോൺ സ്റ്റെറൈഡ് മെറ്റീരിയൽസ് ഏത് നോൺ കണ്ടാമിനേറ്റഡും സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുള്ളൂ. ഇത് ടൈം കൺസ്യൂമിങ്ങും എക്സ്പെൻസീവും ആകുന്നതുകൊണ്ട് ഇതിനെയൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ സെപ്പറേറ്റ് ചെയ്യണമെന്ന്. മേക്ക് സെപ്പറേറ്റ് ഡിസ്പോസൽ കണ്ടെയ്നേഴ്സ് അവൈലബിൾ വെയർ വേസ്റ്റ് ഇസ് ക്രിയേറ്റഡ്. വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് 2 കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങളെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്പോസൽ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ കളയുന്ന പാത്രങ്ങൾ, കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഡസ്റ്റ്ബിൻസ്. അപ്പം 2 സെപ്പറേറ്റ് ഡസ്റ്റ്ബിൻസ് കണ്ടെയ്നേഴ്സ്. ഇവിടെ ഡസ്റ്റ്ബിൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അതൊരു മെഡിക്കൽ വേസ്റ്റ് ഒക്കെ അതിനെ നമ്മൾ കണ്ടെയ്നർ നോക്കുക, ഷാർപ്സ് കണ്ടെയ്നർ, അങ്ങനെ പല പല കണ്ടെയ്നേഴ്സും അതൊരു ടേമാണ്. ഓക്കെ, അവൈലബിൾ വെയർ വേസ്റ്റ് ഇസ് ക്രിയേറ്റഡ് സോ ദാറ്റ് ദ സ്റ്റാഫ് ക്യാൻ സോർട്ട് ദ വേസ്റ്റ് ആസ് ഇറ്റ് ഈസ് ബീങ് ഡിസ്കാർഡഡ്. അപ്പം അവിടെ തന്നെ 2 കണ്ടെയ്നർ വെച്ച് ആ സ്റ്റാഫ് ഡിസ്കാർഡ് ചെയ്യുമ്പോൾ തന്നെ അതിനെ സോർട്ട് ചെയ്ത് വിടുമെന്ന്. സോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഏത് ഡിസ്പോസബിൾ ബയോഹസാർഡസ് ആണോ അല്ലയോ എന്ന് അവിടെ തന്നെ തീരുമാനമാക്കി വിടാമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ചസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ഒരു മാറ്റം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇനി തൊട്ട് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്, അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയർ. എക്സെപ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനിൽ, അതായത് നോർമൽ റൂൾ അപ്ലൈ ആകാത്ത ഒരു കണ്ടീഷനാണ് നമ്മൾ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുക, ഇവിടെ എല്ലാവർക്കും ഒരു ട്രീറ്റ്മെൻ്റ് ആയി, നിനക്ക് മാത്രം തന്നെ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കിന് ഒരാൾക്ക് മാത്രം ഒരു നോർമൽ റൂട്ടീനിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്തിനാണ്? അതാണ് ഈ എക്സെപ്ഷൻ വേർഡിൻ്റെ അർത്ഥം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്? സ്നേഹ, രേഷ്മ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പം പറഞ്ഞതിൽ ബി പാർട്ടിൽ? ഓക്കെ സാർ.